പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് റെസിഡൻറ്റ് ഈവിൽ 2. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ കാണുന്ന മെഡാലിയനില്ലേ അത് കണ്ടുപിടിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 മെഡാലിയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഒരെണ്ണം കൂടിയും കണ്ടുപിടിക്കണം. അതുകൂടിയും അവിടെ വെക്കുകയാണെങ്കിൽ ഇവിടെ അടിയിൽ കണ്ടില്ലേ ഒരു സീക്രട്ട് വഴിയുണ്ട്, അത് അൺലോക്ക് ആവും. അത് ശരിക്കും ഒരു എക്സിറ്റാണ്. നമുക്ക് ഈ പോലീസ് സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകണം, എന്നാലേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് മെയിൻ എൻട്രൻസ് വഴി പോകാൻ പറ്റില്ല, അവിടെ നിറച്ച് സോംബീസാണ്, പണി കിട്ടും. ഇവിടെ പിന്നെ ഒരാളിരിക്കുന്നുണ്ട്, ഇയാളുടെ പേര് മാർവിന്ന, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാ. ഇയാൾക്ക് പക്ഷേ സോംബിയുടെ നിന്ന് കടി കിട്ടി. അയാൾ ഏത് സമയത്തും സോംബിയായിട്ട് മാറും. നമുക്ക് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പിന്നെ ഒരു താക്കോല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അത് വെച്ചിട്ട് ഞാൻ ഈ ഡോറ് തുറന്നു. ഇവിടെ പക്ഷെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് പക്ഷേ ഈ താക്കോല് വെച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് തുറക്കാണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഞാൻ പിന്നെ ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഇല്ലേ അതൊന്ന് ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കൂട്ടി. ഇതിപ്പോൾ മാക്സിമം ഗ്രാഫിക്സാ. ഇപ്പോൾ ഗെയിം കാണാനായിട്ട് കുറച്ചുകൂടി ലുക്കായുണ്ട്. അപ്പോൾ ഈ വാതിലാണ് നമുക്ക് തുറക്കണ്ടേ. നമുക്കപ്പോൾ ഇതങ്ങ് തുറക്കാം. ഓക്കെ, അതെങ്ങനെ തുറന്നേക്കാണ്. നമുക്കിനി ലിയോണെ പോയിട്ട് കാണണം കേട്ടാ. ലിയോൺ പോലീസ് സ്റ്റേഷൻ്റെ പുറത്തുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ താക്കോലിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇത് ഡിസ്കാർഡ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇൻവെൻട്രിയിലെ വലിയ കാര്യമായിട്ട് സ്പേസ് ഒന്നുമില്ല. നമുക്ക് ഒന്ന് മാനേജ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇവിടെ പിന്നെ ഒരു വഴിയുണ്ട്, ഇതെങ്ങനെ തുറക്കുക. അതിനെന്തൊരു ക്രാങ്ക് പോലത്തെ സാധനം വേണം. ഇവിടെ ഒരു റൂമുണ്ട്, മുമ്പിലൊരു പേപ്പറൊക്കെ ഉണ്ട്, റെക്കൂൺ മാഗസിൻ. എന്താണാവോ. ഇവിടെ നിന്ന് എനിക്ക് ഒരു വെപ്പൺസ് ലോക്കർ കീ കാർഡ്. ഓ, എനിക്ക് മനസ്സിലായിട്ടാ ഇതെവിടെ ഉപയോഗിക്കേണ്ടതെന്ന്. നമുക്ക് പുതിയ വെപ്പണൊക്കെ കിട്ടും. ഇവിടെ ഒരു പ്രതിമയുണ്ട്. ഓ, അയാളുടെ കൈ ഇത് ഇവിടെ ഇരിക്കണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കൈ എടുത്തിട്ട് ഇവിടെ വെച്ചു കൊടുക്കാം. ഏയ്, ഇതിപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു മിനിറ്റ്, നമുക്കിവിടെ എന്തോ ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല. എന്തെങ്കിലും കമ്പൈൻ ചെയ്യണ. ഓ, ഇവിടെ ഞാൻ ഈ ബുക്കായിട്ട് കമ്പൈൻ ചെയ്തു കേട്ടാ. ഇനി നമുക്ക് വെച്ചോക്കാം. ഓക്കെ, ഇതെന്തൊരു സാധനം. ഇത് നമുക്ക് കിട്ടുമോ? ഓ, നമുക്ക് എന്തൊരു സാധനം കിട്ടിയിട്ടാ. സ്കെപ്റ്ററാ. ഏയ്, ഇതെന്തുട്ട സാധനം. ഒരു മിനിറ്റ്, ഞാൻ നോക്കി നോക്കട്ടെ. ഓ, ഇതിൻ്റെ അകത്ത് എന്തുണ്ട്. റെഡ് ജുവല്. ഈ ജുവല് വെച്ചിട്ട് എന്തുട്ട് ചെയ്യാനാ. എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും. നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് നീങ്ങാം. ഇവിടെ പക്ഷെ എനിക്ക് സോംബീസ് ഒന്നും കാണാനില്ല ചേട്ടാ. ഇതിപ്പോൾ എന്താണ്ടായി. എന്തൊരു സാധനം ഒന്ന് ക്രാഷായി. ഒരു മിനിറ്റ്, നമുക്ക് ഈ ഹെർബ് എടുക്കാം. ഓ, ഇവിടെ ഒരു ഹെലികോപ്റ്റർ ക്രാഷായിട്ടാ. എൻ്റെ പൊന്നെ. ഇവിടെ പിന്നെ നമ്മുടെ ഇൻവെൻട്രി ഫുള്ളായി. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഇൻവെൻട്രി ഒന്ന് ക്ലിയർ ആക്കാം. അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് ഒരു സാധനം പോലും കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പിന്നെ ഒരു അട്ടപ്പെട്ടി ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വയ്ക്കാം, പിന്നീട് ഒന്ന് എടുത്താൽ മതി. ഞാൻ പിന്നെ ആ വെപ്പൺസിൻ്റെ കീ കാർഡില്ലേ അതും ഇതിൻ്റെ അകത്ത് ഇട്ടേക്കാം. കാരണം ആ വെപ്പൺസിൻ്റെ ലോക്കറില്ലേ അത് വേറെ ഏതൊരു സ്ഥലത്താണ് വരണേ. അതുകൊണ്ട് നമുക്കത് പിന്നെ തുറക്കാം. നമുക്കിനി ഇങ്ങോട്ടേക്കാണ് പോകണ്ടേ. ഇവിടെ എക്സിറ്റൊക്കെ കാണാണ്ട്. ഓ, ഇതിപ്പോൾ എന്താണ്ടായേ. നമ്മളെ ആരോ വിളിക്കണ്ട. ഓ, ലിയോണാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ലിയോൺ നമ്മളെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമ്മുടെ കൂടെ ലിയോൺ ഉണ്ടാവും. ഓ, ഹെലികോപ്റ്ററിന് തീ പിടിച്ചു. പൈലറ്റ് പക്ഷേ മരിച്ചുട്ടാ. പൈലറ്റ് മരിച്ചു. ലിയോണ് ആ ഗേറ്റ് തുറക്കാൻ കിട്ടണില്ല. നമുക്കപ്പോൾ ഈ ഗേറ്റ് തുറക്കേണ്ടി വരും. ഈ ഗേറ്റ് എങ്ങനെ തുറക്കുക. താക്കോല് വലുതും കണ്ടുപിടിക്കണ. ഓ, ലിയോന്റെ കയ്യിൽ താക്കോലില്ല. ക്ലെയറിന്റെ കയ്യിലും ഉണ്ടാവില്ല. ഓ, നമ്മുടെ ബ്രദറിനെ കണ്ടുപിടിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പൊട്ടി തെറിച്ചു.
ലിയോണ അകത്തേക്ക് കയറ്റാനായിട്ട് വല്ല We should വഴിയുണ്ടോ? get going. അയ്യോ അവിടെ സോംബീസ് ഉണ്ടായിരുന്നു കേട്ടാ. അവരൊക്കെ Worry about me. ഇൻറ്റു. Just get yourself to safety. ഓക്കെ, ലിയോൺ ഇപ്പൊ നമ്മളോട് പോവാൻ പറയാ. No, Leon, seriously, കാരണം you're ഈ getting ഗേറ്റ് too നമുക്ക് tense. തുറക്കാൻ We should പറ്റില്ല. go. അവിടെ നിറച്ച് സോംബീസ് ആണ് കേട്ടാ. ലിയോൺ പിന്നെ അത് മാനേജ് ചെയ്തോളും എന്ന് വിചാരിക്കണം. പക്ഷെ ഞാൻ വിചാരിച്ചത് ലിയോൺ നമ്മുടെ കൂടെ വരുന്ന, പക്ഷെ വരാൻ പറ്റിയില്ല. Hey, Marvin, this is bad. ഇവളിപ്പോ മാർവിനെ വിളിക്കുന്നുണ്ട്. Marvin, നിറച്ച് സോംബീസ് എന്നാ പറയണ. Marvin, are you there? Marvin? മാർവിൻ പക്ഷെ ഒന്നും മിണ്ടണില്ല കേട്ടാ. എനിക്ക് തോന്നണത് അവൻ സോംബിയായിട്ട് മാറിയെന്ന. അവനെ വിളിച്ചപ്പോൾ അവനൊന്നും സംസാരിക്കണില്ല. ഇവിടെ പിന്നെ കുറച്ച് ബുള്ളറ്റൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്കത് കളക്ട് ചെയ്യാം. ബുള്ളറ്റ് നമുക്ക് ആവശ്യം വരും. ഇതൊന്നിട്ട് കട്ടിങ് ടൂളാ. ഓ, നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് വെക്കുക? ഏയ്, ഇതാ മറ്റേ സ്ഥലമല്ലേ, മറ്റേ പോലീസുകാരനെ കണ്ടുമുട്ടിയ സ്ഥലം. അവൻ എന്നിട്ട് 2 കഷ്ണം ഇത്. ഇവിടെ പിന്നെ ഒരു ഡോറും കൂടി തുറക്കാണ്ട്, നമുക്കതും കൂടി തുറക്കാം. എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഒരു മിനിറ്റ്, അവിടെ ഒരു സോംബി ഉണ്ട്. നമുക്ക് ഈ ജനലങ്ങ് അടയ്ക്കാം. ഇനി അത് അകത്തേക്ക് കയറില്ല. ഇവിടെ ഈ സോംബിയുടെ കയ്യിൽ കുറച്ച് ബുള്ളറ്റ് ഉണ്ടായിരുന്നു, നമുക്കത് എടുക്കാം. ഇതിലിപ്പോൾ സോംബീസിനെ കൊന്നാലേ നമുക്ക് ഒന്നും കിട്ടില്ല കേട്ടാ. You asshole. അത് ശരിയായില്ല. പണ്ട് പബ്ജിയിലൊക്കെ സോംബി കൂടെ ഉണ്ടായിരുന്നു. അതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സോംബിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ലൂട്ട്, ഫസ്റ്റ് എയ്ഡ് അതൊക്കെ കിട്ടും. ഇതിൽ പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എനിക്ക് ഒരു ഇലക്ട്രിക്കൽ പാർട്ട് കിട്ടിയിട്ടാ. കണ്ടിട്ട് ഫ്യൂസാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ക്രാങ്ക് പോലത്തെ സംഭവം കിട്ടി. എനിക്കറിയാം അത് എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന്. ഒരു മിനിറ്റ്, നമുക്ക് ഈ സോംബിനെ കടിച്ചിടാം. ഇയാൾ തന്നെ പെയിൻറ്റ് അടികൊള്ളാനായിട്ട്. ഓ, ഇവിടെ വേറെ സോംബി ഉണ്ട് കേട്ടാ. ഇവിടെ നിറച്ച് സോംബീസാ. Shit. ഇവരെ ഇപ്പോൾ അടിച്ചിട്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇവരെ അടിച്ചിടാം. ഇവർ പിന്നെ എണിക്കില്ല എന്ന് വിചാരിക്കണു. ഓക്കെ, ഇവിടെ എല്ലാത്തിനും ഞാൻ അടിച്ചിട്ടേക്കാണ്. ഇവിടെ കസേര വെച്ചിട്ട് ഡോർ അടച്ചേക്കാ. അതും കൂടി അങ്ങനെ തുറന്നേക്കാണ്. ഓ, ഇത് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നമുക്ക് ഫ്യൂസ് വയ്ക്കാം. അന്നേരം ഈ ഷട്ടർ തുറക്കും. എന്തെങ്കിലും ആട്ടെ, നമ്മുടെ ഇൻവെൻട്രി ഇപ്പോൾ ഫുള്ളായിട്ടാ. നമുക്ക് വീണ്ടും കുറച്ച് ഐറ്റംസ് ആ അട്ടപ്പെട്ടിയിൽ വെക്കേണ്ടി വരും. കാരണം അവിടെ കുറച്ചുകൂടി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഐറ്റംസ് ഞാൻ അങ്ങനെ പെട്ടിയിൽ സ്റ്റോർ ചെയ്തേക്കാണ്. ഇവിടെ ഒരു ഫ്ലാഷ് ഗ്രനേഡ് ഉണ്ട് കേട്ടോ, നമുക്കത് എടുക്കാം. അവിടെ പിന്നെ ഹെർബും ഇരിക്കുന്നുണ്ട്, ഇതും കൂടി അങ്ങ് എടുക്കാം. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ഇയാൾ വീണ്ടും മേറ്റാ അവിടെ എടുക്കാം അങ്ങോട്ട്. അല്ല പിന്നെ ആ റൂമിലും എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഗൺ പൗഡർ ഉണ്ട്, അതും കൂടി നമുക്ക് കളക്ട് ചെയ്യാം. ഇവിടെ ഇനി ഒന്നും കളക്ട് ചെയ്യാനില്ല എന്ന് വിചാരിക്കണു. ഓക്കെ, എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇനി നമുക്ക് ആ വെപ്പൺസിൻ്റെ കീ കാർഡില്ലേ അതെടുക്കാം. എന്നിട്ട് പോയിട്ട് ആ വെപ്പൺ അങ്ങ് എടുക്കാം. അത് ഒരു ഫ്ലെയിം ത്രോവറാന്ന് തോന്നുന്നുണ്ട്. എന്താന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെയും ഒരു റൂമൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഇവിടെയും നമുക്ക് ചെയിൻ കട്ടർ യൂസ് ചെയ്യേണ്ടി വരും. ഈ റൂമിൻ്റെ അകത്തുനിന്നും നമുക്ക് എന്തോ കിട്ടും. ഇവിടെ നിന്ന് എനിക്ക് ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് കിട്ടിയിട്ടാ. ഇത് എന്തിനാണാവോ? ചെയിൻ കട്ടർ പിന്നെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം, കാരണം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു. ലോക്കർ റൂം ക്യാപ്പ്. ഏതൊരു ലോക്കർ റൂമിൻ്റെ ലോക്കറിൻ്റെ കോഡാണത്, ക്യാപ്പ്. നമുക്കപ്പോൾ അതും കൂടി നോക്കണം. ഇവിടെ പിന്നെ ഒരു ഡോറുണ്ട്, അതിൻ്റെ താക്കോല് നമ്മുടെ കയ്യിലില്ല. നമുക്കപ്പോൾ ഇതിവിടെ പോവാം. ഓ, ഇതിപ്പോൾ നമ്മൾ മറ്റേ സ്ഥലത്തേക്ക് എത്തി. ഇനി നമുക്ക് ആ വെപ്പണങ്ങ് എടുക്കാം. ആ കാർഡ് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആ വെപ്പൺ അങ്ങനെ കിട്ടിയേക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഫ്ലെയിം ത്രോവറാ. ഇവിടെ നിന്ന് പിന്നെ 2 ഫ്ലെയിം റൗണ്ടും കിട്ടിയിട്ടുണ്ട്. ഓ, 2 മാത്രമേ കിട്ടിയുള്ളൂ. ഇവിടെയും ഇരിക്കണ്ടായിരുന്നു കേട്ടാ. ഈ ലോക്കറിൻ്റെ ഉള്ളിലും ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, 208 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഫ്ലെയിം ത്രോവർ കിട്ടും.
നമുക്കപ്പോൾ ഇവിടെ 208 അടിക്കാം. ഒരു മിനിറ്റ്, 2 എവിടെയായിരുന്നു? ഓക്കെ, 208. അതങ്ങനെ അടിച്ചേക്കാണ്. ഇപ്പം അത് ഓപ്പണായി. ലെറ്റ്സ് ഗോ. നമുക്കപ്പോൾ ഒരു 2 കൂടിയും കിട്ടി. ഏയ്, ഇത് ഒരെണ്ണമുള്ളോ? പക്ഷെ ഞാൻ വിചാരിച്ചു 2 ഉണ്ടെന്നാ. അതിൽ ഒരെണ്ണമുള്ളോ? എന്തെങ്കിലും ആവട്ടെ, ഫ്ലെയിം ത്രോവർ നമുക്ക് നോക്കിയും കണ്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. കാരണം അതിൻ്റെ ബുള്ളറ്റ് നമ്മുടെ കയ്യിൽ അധികം ഇല്ല. ഇവിടെ പിന്നെ അട്ടപ്പെട്ടിയിൽ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ഐറ്റംസ് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ എന്താ വെച്ച് കൊടുക്കുക? എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഒരു ലോക്കറുണ്ട്. ഇതിൻ്റെ കോഡാവും നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടാവുക. എന്തുട്ടായിരുന്നു? ക്യാപ്പല്ലേ? ആ, നമുക്ക് ക്യാപ്പ് അടിച്ചു നോക്കാം. ഓക്കെ, അതങ്ങനെ തുറന്നേക്കാണ്. ഇതിൻ്റെ അകത്തുനിന്നും എനിക്ക് ഫ്ലെയിം റൗണ്ട്സ് കിട്ടി. എന്തെങ്കിലും ആവട്ടെ, ഇവിടെയും ഇരിക്കണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 7 എണ്ണമൊക്കെ ധാരാളമാണ്. ഈ ഗെയിമിൽ പിന്നെ ബോസ് ഫൈറ്റൊക്കെ ഉണ്ടാവും. ബോസ് ഫൈറ്റൊക്കെ ഉള്ള സമയത്ത് ഫ്ലെയിം റൗണ്ട്സ് ആവശ്യം വരും. ഇവിടെ ഞാൻ ഈ ക്രാങ്ക് വെച്ചേക്കാണ് കേട്ടാ. ആ സ്റ്റീം അടച്ചു. എനിക്ക് പക്ഷേ ആ ക്രാങ്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് ക്രാങ്ക് വെച്ചിട്ട് ഒരു സ്ഥലത്തു കൂടി തുറക്കാണ്ടായിരുന്നു. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നണതേ അതിന് വേറെ ക്രാങ്ക് വേണ്ടി വരുന്ന. ആ സോംബി ഇപ്പോൾ നിലത്തേക്ക് വീണുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. ആ അൽമാരയുടെ ഉള്ളിൽ ഒരു ഗൺ പൗഡർ ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻവെൻട്രിയിൽ പിന്നെ സ്പേസ് കുറവാണ്. നമുക്കത് പിന്നെ കളക്ട് ചെയ്യാം. ഏയ്, ഒരു മിനിറ്റ്, അതെന്താ സംഭവം? എൻ്റെ അടുത്തേക്ക് വരുന്നു. എടത് സാധനം? അത് പക്ഷെ കത്തിക്കരിഞ്ഞുട്ടാ. എന്തെങ്കിലും ഓട്ടെ. ഇനിയിപ്പോൾ ഇതാണോ മറ്റേത് ലിക്കറ്? കഴിഞ്ഞ വീഡിയോയിലേ ഞാനൊരു നോട്ടൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയണ്ടായിരുന്നു ഇത് ലിക്കറാന്ന്. എന്നാലും ചെറുതായിട്ട് ഒന്ന് പേടിച്ച് പോയി. ആ സീനില്ല. ഇവിടെ പിന്നെ ഒരു ഓഫീസ് ഉണ്ട്. ഇത് മറ്റേ സ്റ്റാർസ് ഓഫീസാ. ഇതെന്തുട്ടാ? ആ, ഒരു ബാറ്ററി കിട്ടി. അത് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം, ഇലക്ട്രോണിക് പാർട്ടിൽ. അവിടെ പിന്നെ ഒരു പേപ്പറൊക്കെ ഉണ്ട്. ഇത് നമുക്ക് പിന്നെ ഒരു മിനിറ്റ് ഇപ്പം തന്നെ വായിക്കാം. അതിലെന്തോ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. കോംബോ ഈസ് ലെഫ്റ്റ് 9, റൈറ്റ് 15, ലെഫ്റ്റ് 7. ഓ, എനിക്ക് മനസ്സിലായി. ഇത് ഏതൊരു എന്താ പറയുക, ലോക്കറിൻ്റെ കോഡാ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2-3 ലോക്കറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏതിൻ്റെ ഒരു കോഡാ. ഇവിടെ പിന്നെ ഒരു കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. ഫെയിൽഡാ. ഓ, CPU-ൽ നമുക്ക് എന്തോ കണക്ട് ചെയ്യണം കേട്ടാ. എന്തോ കണക്ട് ചെയ്യണം. അന്നേരം നമുക്ക് ഒരു പുതിയ വെപ്പൺ കിട്ടും. അവിടെ ഒരു SMG ഒക്കെ ഉണ്ട്. ഇവിടെ മറ്റേ സംഭവം ഉണ്ട് കേട്ടോ, ഫ്ലെയിം റൗണ്ട്. അതും കൂടി കളക്ട് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ 10 എണ്ണമായി. നേരത്തെ ലിക്കർ വന്നില്ലേ, അന്നേരം ഞാനത് യൂസ് ചെയ്തു. ഇതൊന്നിട്ടാ. ഓ, ഫസ്റ്റ് എയ്ഡ് സ്പ്രേ. നമുക്കത് കളക്ട് ചെയ്യാം. ഇവിടെ നിന്ന് പിന്നെ ഒരു ഗൺ പൗഡറും കിട്ടി. എൻ്റെ ഇൻവെൻട്രി ഇപ്പോൾ ഫുള്ളായി. ഇപ്പോൾ ഒട്ടും സ്പേസ് ഇല്ല. നമുക്കപ്പോൾ ആദ്യം പോയിട്ട് ഇൻവെൻട്രി ക്ലിയർ ആക്കാം. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വരണം. ആ ലിക്കർ ഇനി ഉണ്ടാവില്ലല്ലോ പേടിപ്പിക്കാനായിട്ട്. അവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു കേട്ടാ. അതിൻ്റെ താക്കോല് പക്ഷെ നമ്മുടെ കയ്യിലില്ല. ഓ, ഇത് നമ്മൾ മറ്റേ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നിന്ന് നമ്മൾ ഒരു മെഡലിന് എടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ, ഒരു സോംബി ഇതിൻ്റെ പിന്നിലെ വരുന്നു. ഇവിടെ ഒരു ലോക്കറൊക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് ഈ ലോക്കർ അങ്ങ് തുറക്കാം. അതിൻ്റെ കോഡാണോ നേരത്തെ കിട്ടിയത്? എന്തുട്ടായിരുന്നത്? 9-15-7, ലെഫ്റ്റ് 9, റൈറ്റ് 15, ലെഫ്റ്റ് 7. ഓക്കെ, ആദ്യം നമുക്ക് 9 അടിക്കാം കേട്ടാ. 1 2 3 4 5 6 7 8 9. 9 അടിച്ചു. പിന്നെ റൈറ്റിലേക്ക് തിരിക്കണ്ടേ? റൈറ്റിലേക്ക് 15. പിന്നെ വീണ്ടും ലെഫ്റ്റിലേക്കാണ് 7. ഓക്കെ, ആ ലോക്കർ തുറന്നേക്കാണ്. ഓ, നമുക്കിവിടെ ഹിപ്പ് പൗച്ച് കിട്ടിയിട്ടാ. എന്തെങ്കിലും ആട്ടെ, ഇതുണ്ടെങ്കിലേ നമുക്ക് ഇൻവെൻട്രിയുടെ സ്പേസ് കൂട്ടാൻ പറ്റും. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്.
ആ നേരത്തെ പിന്നെ കുറച്ചുകൂടി ഐറ്റംസ് ഉണ്ടായിരുന്നില്ലേ ആ ഓഫീസിൽ, നമുക്കിനി പോയിട്ട് അതും കൂടി കളക്ട് ചെയ്യാം. അത് എന്തോ ഹെർബാണ്, നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഈ ഹെർബ് ഞാൻ അങ്ങനെ എടുത്തേക്കാണ്. ഇനി നമുക്ക് ആ SMG ഇല്ലേ അത് എടുക്കാണ്ട്. അതിനായിട്ട് കമ്പ്യൂട്ടറിൽ എന്തോ കുത്തണം. എനിക്ക് തോന്നണതേ എന്തെങ്കിലും പെൻഡ്രൈവ് കുത്തേണ്ടി വരുന്ന, എന്നാലും ആ ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. ആ SMG കൂടി കിട്ടുകയാണെങ്കിൽ നൈസായനെ. ഇയാൾ ഇതൊരിക്കലും ചത്തില്ലേ? ഇവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. ഇതേ കിടക്കണോ അവിടെ? അത് വീണ്ടും മേടിക്കുന്നു തോന്നുന്നുണ്ട്. ഒരെണ്ണം കൂടി കിടക്കട്ടെ. ആ ഇപ്പോൾ എങ്ങനെ ചത്തുണ്ടാവും. ഇവിടെ ഒരു ഗൺ പൗഡർ ഉണ്ട്, നമുക്കത് കളക്ട് ചെയ്യാം. ഒരു മിനിറ്റ്, ഈ ഗൺ പൗഡർ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കമ്പൈൻ ചെയ്താൽ നമുക്ക് ബുള്ളറ്റ് കിട്ടും. അത് കൊള്ളാം. ഇനി നമുക്ക് പോയിട്ടേ ആ അവസാനത്തെ മെഡാലിയൻ കണ്ടുപിടിക്കണം. ഇവിടെ പിന്നെ ഒരു കത്തി ഉണ്ട്, നമുക്കത് എടുക്കാം. കത്തി നമുക്ക് ആവശ്യം വരും. ഇവിടെ പിന്നെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടാ. ഇത് കണ്ടില്ലേ? ഇതെന്തുട്ടാ? ഇതെന്തോ ജാക്കാൻ തോന്നുന്നുണ്ട് നമുക്ക്. പക്ഷെ അതിൽ ഒന്നും വെക്കാൻ പറ്റില്ല. ഈ കത്തി നമുക്ക് വെക്കാൻ പറ്റില്ല. ഈ സംഭവം നമുക്ക് തള്ളി നീക്കാനൊക്കെ പറ്റും. ഇത് തള്ളി നീക്കി കഴിഞ്ഞാൽ അവിടെ വഴിയുണ്ടാവും. ശരി. ഈ പെണ്ണ് പിന്നെ ചാടില്ല കേട്ടാ. ഈ ഗെയിമിൻ്റെ എന്തൊരു പ്രശ്നമാണ്, ഇതിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് ചാടില്ല. അല്ലെങ്കിൽ സുഖമായിട്ട് ചാടി കടന്നാൽ മതിയായിരുന്നു. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതേ കണ്ടില്ലേ, നമ്മുടെ ക്യാരക്ടർ ചാടണില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോണില്ല. ആക്ച്വലി ഇതൊക്കെ സുഖമായിട്ട് ചാടാൻ പറ്റും. ചെറിയ പിള്ളേർ വരെ ചാടും. അത് ഈ പെണ്ണിന് വരെ പറ്റില്ല. ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സംഭവം കിട്ടും. ഇവിടെയും ഒരു വഴി ഉണ്ടായിരുന്നു കേട്ടാ. അത് പക്ഷെ പൊട്ടിപ്പൊളിഞ്ഞ് അടിയിലേക്ക് വീണു. ഇനി നമുക്ക് പോയിട്ടേ അവസാനത്തെ മെഡാലിയൻ എടുക്കാം. ഇവിടെ ഒരു C4 ഉണ്ട്. അവിടെ ഞാൻ മറ്റേ ഇലക്ട്രോണിക് ഡിവൈസ് വെച്ചു. അന്നേരം ആ C4 കണക്റ്റ് ആവും. ഇപ്പം അത് പൊട്ടിത്തെറിക്കും. ഇതൊന്നും പൊട്ടാത്ത. ജസ്റ്റ് മിസ് ഇട്ടാ. അതിൻ്റെ അടുത്ത് നിൽക്കാത്തത് നന്നായി. എനിക്ക് വീണ്ടും മറ്റേ സാധനത്തിൻ്റെ സൗണ്ട് കേട്ടു, മറ്റേ ലിക്കറിൻ്റെ. എനിക്ക് തോന്നണതേ ഈ മെഡാലിയൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഇവിടെ പിന്നെ ഇതിൻ്റെ കോഡ് പെണ്ണ് അമ്പ് പാമ്പ്, അതാണ് ഇതിൻ്റെ കോഡ്. നമുക്കപ്പോൾ അടിച്ചു നോക്കാം. ഇത് പിന്നെ ചെറുതായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പെണ്ണടിച്ചു, അടുത്തത് അമ്പ്. ഓക്കെ, അമ്പും അതിൻ്റെ. ഇനി പാമ്പ്. ഓക്കെ, ഇത് പാമ്പാണ്. നമുക്കത് ഇവിടെ മൂന്നാമത്തെ മെഡാലിയൻ കിട്ടി. നമുക്കത് കളക്ട് ചെയ്യാം. നമുക്ക് പിന്നെ ഈ ഫ്ലെയിം ത്രോവർ കൈ പിടിച്ച് നിൽക്കാം. ആ സാധനം മിക്കവാറും എൻ്റെ അടുത്തേക്ക് വരും. ഞാനതിൻ്റെ സൗണ്ട് കേട്ടു. യെസ്, ഞാൻ പറഞ്ഞില്ലേ ഇതെന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അതിന് സൗണ്ട് കേട്ടു, അതുകൊണ്ടാ. ഇനി നമുക്ക് ആ മൂന്നാമത്തെ മെഡാലിയൻ വെക്കാം. ലെറ്റ്സ് ഗോ. ഇവിടെ അങ്ങനെ ആ സീക്രട്ട് എക്സിറ്റ് അൺലോക്ക് ആയിക്കാം. നമുക്കപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ചെറിയ ഒരു കട്ട് സീൻ ഉണ്ട്. ഉള്ളിൽ പിന്നെ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. എനിക്ക് തോന്നണത് അതിൻ്റെ ഉള്ളിൽ നിറച്ച് സോംബീസ് ആവുന്നു. Hey Marvin, guess what? I think I found the way മാറിൻ out. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങാം. നമുക്കപ്പോൾ പോയിട്ട് മാറിനെ വിളിക്കാം. Let's get you out of here. Let's go. ഇവനിപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടാ. Are you okay? ഇവൻ സോംബി ആയിട്ടില്ല. അവൻ്റെ വയറിൻ്റെ അവിടെ കണ്ടില്ലേ, നല്ല കടി കിട്ടിയിട്ടുണ്ട്. അവിടെ തോലിയൊക്കെ പൊളിഞ്ഞു. Go. Save yourself. ഇവൻ രക്ഷപ്പെടാനായിട്ട് ചാൻസ് കുറവാ. We gotta get you to hospital Please, now. Claire. ക്ലെയർ പറയണത് ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാന്നാ. ഇയാളെ പക്ഷെ സമ്മതിക്കണില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ആരും ഉണ്ടാവില്ല. അവിടെയുള്ളവരൊക്കെ സോംബീസായിട്ട് മാറിയുണ്ടാവും. Please. Go. ഇവിടെ ഇപ്പോൾ നമ്മളോട് പോവാനാ പറയണേ, എന്നെ നോക്കണ്ടെന്ന്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വഴി പിന്നെ അടഞ്ഞു വിട്ടാ ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ലേ? ആ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് പക്ഷേ 2-3 ഡോർ ഉണ്ടായിരുന്നു. അത് നമുക്ക് തുറക്കണം. അതിൻ്റെ താക്കോല് പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല.
അതപ്പോൾ നമുക്ക് തുറക്കണ്ടേ? എന്താണാവോ? ഇവിടെ മറ്റേ പോലീസ് സ്റ്റേഷൻ്റെ ഒരു മിനിയേച്ചർ മോഡലുണ്ട്. ഇത് പണ്ട് ഒരു മ്യൂസിയം ആയിരുന്നു കേട്ടാ. പിന്നീട് ഇവരിത് പോലീസ് സ്റ്റേഷനാക്കി മാറ്റി. ഇവിടെ മറ്റേ അട്ടപ്പെട്ടി ഉണ്ട്. ആവശ്യമില്ലാത്ത ഐറ്റംസൊക്കെ ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഒരു ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടാ. നമ്മളിപ്പോൾ ലിഫ്റ്റ് വഴി അടിയിലേക്ക് പോവാണ്. ഇതിൻ്റെ അടിയിൽ ബേസ്മെൻ്റ് ഉണ്ടല്ലേ? ഓക്കെ, നമ്മളങ്ങനെ ബേസ്മെൻറ്റിൽ എത്തിയേക്കാണ്. ഇവിടെയും ഫുള്ള് ഇരുട്ടാ. സോംബീസ് ഇല്ലയെന്ന് വിചാരിക്കണു. ഇവിടെ എനിക്ക് സോംബീസിനെ കാണാനില്ല. ഇവിടെ ഇപ്പം നമുക്ക് എങ്ങോട്ടേക്ക് പോകണ്ടേ? ഒരു മിനിറ്റ്, അവിടെ ഒരു വഴിയുണ്ട്. നമുക്ക് ഇതോടെയും പോകണ്ട. ഓ, ഇത് പക്ഷെ ലോക്കാ, നമുക്ക് തുറക്കാൻ പറ്റണില്ല. ഇതെന്തുട്ടാ? അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. എന്തൊരു സംഭവം? ഇത് ഏതൊരു ഗണ്ണിൻ്റെ സപ്രസറാ. മിക്കവാറും മറ്റേ SMGയുടെയോ. ഇവിടെ പിന്നെ എനിക്ക് ഒരു ഗ്രനേഡ് കിട്ടി. അത് നമുക്ക് കളക്ട് ചെയ്യാം. ഗ്രനേഡ് നമുക്ക് ആവശ്യം വരും. ഇവിടെ അടിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നേരെ ഒരു വഴി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്കപ്പോൾ ഇതോടെ പോവാം. ഹലോ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ആരും ഇല്ല. സോംബീസ് മാത്രം ഉണ്ടാവും. ഇവിടെ ഒരു വഴിയുണ്ട്. ഇത് പക്ഷെ അടച്ചിട്ടേക്കാ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഒരു അൽമാര മറിഞ്ഞു വീടക്കാണ്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതെന്തത്? ഇവൾക്കത് മാറ്റാൻ പറ്റണില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് അടി കൂടെ പോവാം. അവിടെ ഒരു കൊച്ച്. കൊച്ചേ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഇങ്ങോട്ട് പോരെ. ഞാൻ സോംബി അല്ല. ഈ കൊച്ച് വിശ്വസിക്കണില്ല കേട്ടാ. ഇവളുടെ വിചാരം നമ്മൾ സോംബിയാന്ന്. ഇവളെന്തുട്ടി പറയണ്? നമുക്ക് സഹായം വേണമെന്നാ. എന്തിന്? നമ്മുടെ പിന്നില് ആരുണ്ടെന്ന്. ഒരു മിനിറ്റ്, അത് ആരടാ? എടതെന്ത് സംഭവം? എന്നൊന്നും ചെയ്യല്ല. എന്നെ വെറുതെ ഇട്ടേക്ക്. ഞാനൊരു പാവാണ്. ഞാൻ വഴി തെറ്റി വന്നതാണ്. ആ പെണ്ണിനെ നടു ഒടിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. കുഴപ്പമില്ല, ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ഓ, എനിക്ക് തോന്നണത് ഇതെന്തൊരു ബോസ് ഫൈറ്റ് ആവുന്നു. ഒരു കാര്യം ചെയ്യാം, അതിനങ്ങ് അടിച്ചിടാം. ഓ, പിസ്റ്റൽ വെച്ച് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇയാൾക്ക് ഒന്നും സംഭവിക്കില്ല. നമ്മുടെ കയ്യിൽ പിന്നെ ഇതുണ്ട്. ഇതങ്ങ് പടയ്ക്കാം. എന്നാ പിടിച്ചോ. ഓക്കെ, ഒരെണ്ണം കൊടുത്തേക്കാണ്. അയാൾക്കൊന്നും സംഭവിച്ചില്ല. അയാളിത് എൻ്റെ അടുത്തേക്ക് വരുന്നു. അയ്യോ, ഇതിൽ ഗ്രനേഡ് എങ്ങനെ എറിയ? എനിക്ക് ഗ്രനേഡ് എറിയാൻ പറ്റണില്ല. നമുക്കപ്പോൾ ഒരെണ്ണം കൂടി കൊടുക്കാം. എന്നാ പിടിച്ചോ. ഇയാളിപ്പോൾ ഇങ്ങനെ കൊല്ല. നിക്ക് നമുക്ക് പിസ്റ്റൽ വെച്ച് കൊടുക്കാം. അവിടെ ഒരു കണ്ണ് പോലത്തെ സംഭവമില്ലേ? എനിക്ക് തോന്നണതേ നമുക്ക് അതുമ്പോഴേക്കാണ് വെടിവെക്കേണ്ടതെന്ന്. അന്നേരം അയാൾക്ക് നല്ല വേദന എടുക്കും. ഒരെണ്ണം കൂടി പിടിച്ചോ. ഇതുകൊണ്ട് അയാൾക്കൊന്നും സംഭവിക്കണില്ല കേട്ടാ. നമ്മൾ വെറുതെ ഈ സാധനം വേസ്റ്റ് ആക്കുക. നമുക്ക് അയാളുടെ മറ്റേ കണ്ണില്ലേ, അവിടേക്ക് അടിക്കണ്ടേ. അയാൾ എവിടേക്ക് പോയി അത് അയാളുടെ സൗണ്ട് പക്ഷെ എനിക്ക് കേൾക്കാണ്ട്. എനിക്കത് തോന്നണതേ അയാൾ പോയെന്നാ. എന്തെങ്കിലും എന്റെ പൊന്നോ, ഇത് പെടന്നൊന്ന് മാറിക്കങ്ങോട്ട്. പെട്ടെന്ന് പേടിപ്പിച്ചെന്നെ. എന്നാ പിടിച്ചോ. ഓ, ഇയാൾ ഈ അടുത്ത് ചാവില്ലെന്ന് തോന്നണേ. ഞാൻ വിചാരിച്ചു ഇയാൾ പോയിന്ന്. ഇയാൾ പോയിട്ടൊന്നുമില്ല. എവിടെ പോയി? ഇങ്ങോട്ട് വാ. അയാളുടെ ആ കണ്ണുമ്പളേക്ക് വെടിവെക്കാം. അയാളുടെ കണ്ണ് കാണാനില്ലല്ലോ. ഓ, ഇപ്പൊ തന്നെ റീലോഡ് ചെയ്യണ. ആ കണ്ണൊന്ന് കാണിക്കോ?
എനിക്കത് വിളിക്ക് വെടിയൊക്കെയായിരുന്നു. ഓ അയാൾക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. ഇത് പെണ്ണ വേഗം റീലോടി. ഒരു റിവോൾവറും കൊണ്ട് വന്നേക്കാ. എടാ ഇയാൾക്കൊന്നും സംഭവിക്കണില്ലല്ലോ. അയ്യോ അടിക്കല്ലേ. ഓ ജസ്റ്റ് മിസ്സിട്ടാ. അതിൽ നിന്ന് അടി കൊണ്ട് കഴിഞ്ഞാൽ പണിപ്പാളും. ഇയാളെന്തൊരു തല്ലി പൊട്ടിക്കണേ. ആരുടെ അടുത്താണോ ഈ ദേഷ്യം തീർക്കണേ? ഓക്കെ നമ്മളങ്ങനെ അയാളെ അടിച്ചിട്ടേക്ക. ഇയാളുടെ കണ്ണില്ലേ അത് ചോന്നൂട്ടാ. അയാളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായിക്ക. ആളിത് അടിയിലേക്ക് പോയി. ആള് ചത്തു. ഇനി അത് വരില്ലെന്ന് തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്, ആ കൊച്ച് എങ്ങോട്ടേക്കാ പോയേ? Hey, എടി കൊച്ചേ, എല്ലാം കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ സേഫാ. it's safe now. അതന്നെ, ഇവിടെ ഇപ്പോൾ സേഫാ, എല്ലാം കഴിഞ്ഞു. ഇങ്ങോട്ടേക്ക് പോരെ. നീ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. Are you sure? നമ്മൾ കാര്യമായിട്ടാ പറയണേ. I promise. എല്ലാം കഴിഞ്ഞു. Everything's fine. നീ ഇനി ഇങ്ങോട്ടേക്ക് പോരെ. I need you to lower that ladder for me. ഓ അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. Can you help me find my mom? അവളുടെ അമ്മേനെ കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്നാ ചോദിക്കണത്. I think ഇവളുടെ so. അമ്മ എവിടെയാണാവോ? I hope so. ശരി, നമുക്ക് കണ്ടുപിടിക്കാം. നീ ആ ഏണി ഒന്ന് താഴ്ത്തിക്കിട്. Yeah. നമ്മളൊന്ന് കയറി വന്നോട്ടെ. ലെറ്റ്സ് ഗോ. നമുക്കിനി മേലേക്ക് കയറാം. ഇവളുടെ അമ്മേനെ നമുക്ക് കണ്ടുപിടിക്കണം കേട്ടാ. ഇവിടെ കുറച്ച് ഡ്രോവേഴ്സ് ഉണ്ട്. ഡ്രോവേഴ്സ് അല്ല, മറ്റേ അൽമാരി ഉണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഒരു ഗൺ പൗഡർ കിട്ടി. പക്ഷേ ഇൻവെൻട്രിയിൽ സ്പേസ് ഇല്ല. ഇവിടെയും മറ്റേ ഇതുണ്ട്, ഹെർബ്. കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? അയ്യോ, ഞാനിപ്പോൾ ഇന്നലെ കമ്പൈൻ ചെയ്ത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്കറിയണ്ടായിരുന്നില്ല പച്ച ഹെർബ് രണ്ടു കൂടി കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്ന്. ഇവിടെ പിന്നെ ഞാനത് യൂസ് ചെയ്യുകയും ചെയ്തു. ഹെൽത്ത് ഞാൻ ഫുള്ളാക്കി. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. It won't move. ഒന്ന് പോടി കൊച്ച. You got it. നീ എന്താ വിചാരിച്ചേ? So, what's your mom like? ഇവളുടെ അമ്മയില്ലേ അംബ്രല്ല കോർപ്പറേഷനിലാണ് വർക്ക് ചെയ്യണേ. Pharmaceutical company? ഈ അംബ്രല്ല കോർപ്പറേഷനില്ലേ, അവര് എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടാണ് ഈ സിറ്റിയിൽ നടത്തി സോംബിസായേ. You're against him. ഇവളുടെ അമ്മ അവിടെ വർക്ക് ചെയ്യണേ. എനിക്ക് തോന്നണതപ്പോ So, where ഇവളുടെ അമ്മയാണ് എല്ലാ പണിയും ഒപ്പിച്ചെന്ന്. എനിക്ക് സംശയമുണ്ട്. brother? ഇവിടെ ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോണേ. Don't ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു We've got കൊച്ചുണ്ട്. something in common, and that's a good thing, ഞാൻ right? പിന്നെ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ റെസിഡൻറ്റ് ഈവൽ സീരീസിന് വ്യൂസ് കുറവാണെന്ന് എനിക്കറിയാം. എനിക്ക് പക്ഷേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഗെയിം ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.